ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കേക്ക് ആയാലോ. അതും ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ഇല്ലാതെ, വിപ്പിംഗ് ക്രീം ഇല്ലാതെ എങ്ങനെ നമുക്കൊരു കേക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് നന്നായി അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുക്കണം. ഇനി കേക്ക് ടിന്ന് തയ്യാറാക്കി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 4 മുട്ട ചേർത്ത് നന്നായി ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് കൊണ്ടുവന്ന മിക്സിയിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്, 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് നന്നായി അടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, മൈദ കൂട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതോ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആയി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അത് കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്ത് 2 തട്ട് അപ്പം നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. നമ്മൾ ഓവൻ സെറ്റപ്പ് സ്റ്റവിലാണ് ചെയ്യണത്. ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിലോട്ട് നമ്മൾ കേക്ക് ടിൻ ഇറക്കി വയ്ക്കുക. 20 മുതൽ 40-45 മിനിറ്റ് വരെ കേക്ക് വേവാൻ സമയം. ഇത് വെന്ത് കഴിഞ്ഞോ എന്നറിയാൻ ഒരു ഈർക്കിളി വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ബാക്ക് സൈഡൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അടിപൊളി സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് അതൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. 1/2 കപ്പ് പഞ്ചസാര ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിൽ തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ തിളപ്പിച്ച് കൊടുക്കുക. തിക്കായി കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുക. ഈ സമയം നമ്മൾ റൂം ടെമ്പറേച്ചറായ ബട്ടർ എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഒരു 5-6 മണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് 1 സ്പൂൺ വാനില എസൻസും നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച ആ ക്രീമും കൂടിയും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. നമ്മൾ ഇങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രം കമിഴ്ത്തി പിടിച്ചാലും നമ്മളുടെ ക്രീം താഴെ വീഴില്ല. അതുപോലെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം ക്രീം അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് ഉരുക്കിയല്ലോ, അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കൂലേ, അതന്നെ, അത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പാണത്. അപ്പോൾ അത് നന്നായി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈ പാനിൽ 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ. നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാനാണ് പോണത്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. തിക്ക് കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഉരുകി നന്നായി വരുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് നല്ല സിൽക്കി സ്മൂത്തി ആയിട്ട് വരും. കണ്ടില്ലേ, അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ കേക്കിൻ്റെ
ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, മുകൾ വശത്തെ ഭാഗമാണ് ഫസ്റ്റ് വെക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ക്രീം തടവിയിട്ട് ഇത് ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ എടുത്ത് വെച്ചിരിക്കണില്ലേ സിറപ്പ്, അതൊഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ക്രീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം തടവി കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ വെക്കുന്നത് നമ്മൾ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ബാക്ക് സൈഡ് ഫ്രണ്ടിലോട്ട് വരണം, അതുപോലെ വെക്കണം. എന്നിട്ട് വീണ്ടും സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ എല്ലായിടത്തും ക്രീം എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി അതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ഈ ക്രീമൊക്കെ സെറ്റായിട്ട് വരും. നമുക്ക് 10 മിനിറ്റ് ശേഷം നോക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ക്രീമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫുള്ളും ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എല്ലാം ഫുൾ വശം നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് പൊതിയാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് കേക്ക് ഉണ്ടാക്കുള്ളൂ. ഡെയിലി ഇങ്ങനെ കേക്ക് മാത്രം വെറൈറ്റി കേക്കുകളൊന്നും ഇങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല. ആർക്കെങ്കിലും ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ മാത്രം ഉണ്ടാക്കും. ആ സമയത്ത് ചിലപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടാവില്ല, ചോക്ലേറ്റ് ഒന്നും കയ്യിലുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ കേക്കാണ്. ചോക്ലേറ്റ് ഇല്ലെങ്കിലും വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കും. നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് എല്ലാം ഇതാക്കി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതിന് ശേഷം പുറത്തെടുക്കുക. നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് നമ്മൾക്ക് അതിന് മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുമ്മാ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗ്ലേസിങ് കിട്ടും. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമിൽ കുറച്ചുണ്ടായിരുന്നു ബാലൻസ്, അതെടുത്തൊരു ചെറുതായി ഒരു പൂവൊക്കെ ഇട്ട് ഷുഗർ ബോൾ ഉണ്ടായിരുന്നു സിൽവർ കളറ്, അതും കൂടി ഇട്ട് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പേരെഴുതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് വരാട്ടോ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും പുതിയ വെറൈറ്റി വീഡിയോസ്, അതും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പികളാണ് ഞാൻ ഉണ്ടാക്കണേ. ബൈ ഫ്രണ്ട്സ്.